ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടത്തിയ വർഗീയ പരാമർശം നമ്മൾ കേട്ടതാണ്. എന്തായാലും കേസെടുത്തെങ്കിലും ആ വർഗീയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് B. ഗോപാലകൃഷ്ണൻ. B. ഗോപാലകൃഷ്ണൻ പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. വിവാദം തുടരുന്നതിനിടെ B. ഗോപാലകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. വർഗീയ പരാമർശത്തിൽ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് പ്രകടനം ഒഴിവാക്കിയായിരുന്നു B. ഗോപാലകൃഷ്ണൻ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. ചാവക്കാട് താലൂക്ക് ഓഫീസിലെത്തിയാണ് B. ഗോപാലകൃഷ്ണൻ പത്രിക നൽകിയത്. വർഗീയ പരാമർശത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് B. ഗോപാലകൃഷ്ണൻ. എല്ലാ കാര്യവും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലില്ല. ഞാൻ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിക്കേണ്ടത് ഈ ആവർത്തിച്ച് വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നവർക്കാണ്. അങ്ങനെ എനിക്കൊരു വിഷയമില്ല. ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. BJP നോർത്ത് ജില്ലാ സെക്രട്ടറി KM ബൈജുവാണ് ഗുരുവായൂരിലെ ഡെമ്മി സ്ഥാനാർത്ഥി. അതേസമയം ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. ഗുരുവായൂരിലൊരു വിശ്വാസിയായ ഒരു MLA വരണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അത് ഹേറ്റ് എങ്ങനെയായിപ്പോയി? അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതിനെ പെട്ടെന്ന് പോയി ചാടി അതിനെ ഹേറ്റ് സ്പീച്ച് ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പരാമർശം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി LDFും UDFും സൂക്ഷ്മ പരിശോധനാ വേളയിൽ എതിർത്തേക്കും. 24 തൃശൂർ, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.